ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ലോക്ക്ഡൗണൊക്കെ ആയിട്ട് അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരും വീട്ടിൽ ഭയങ്കര തിരക്ക് പിടിച്ച ദിവസങ്ങളാണല്ലോ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നേത്രപ്പഴം പിടി പായസമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് നോക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ പൊടി ഒന്ന് നനച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഒന്നിൽ വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പൊടിയിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചങ്ങ് ഒഴിക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കൂട്ടുക. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. നല്ല ചൂടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മയത്തിനൊന്ന് തേച്ച് കൂട്ടിയെടുക്കാനായിട്ട് കയ്യിലൊരല്പം എണ്ണ തടവുക. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല മാർദ്ദവമായിട്ട് തേച്ച് കൂട്ടിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ദായി ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കുക. അപ്പോൾ പിടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ തേച്ച് കൂട്ടിയെടുക്കണം. അതിന് ശേഷം നമ്മൾ ചെറിയ കുഞ്ഞുരുളകളാക്കി നമ്മുടെ കയ്യിൽ തന്നെ ഉരുട്ടി ഇങ്ങനെ നീളത്തിലങ്ങ് ഇതുപോലെ നീളത്തിലങ്ങ് ഉരുട്ടി എടുക്കണം. തീരെ കനം കുറച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ അങ്ങ് കനം കുറച്ചിട്ട് നീളത്തിലങ്ങ് ഉരുട്ടിയെടുക്കുക. ഇപ്പം നമുക്ക് 1 ഇഞ്ച് നീളത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഇഞ്ച് നീളത്തിലങ്ങ് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. എൻ്റെ മോൻ എന്നെ വിളിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഈ പണിപ്പുരയിലാണ്. കൊച്ച് എന്നെ കാണാഞ്ഞിട്ട് എന്നെ തിരക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണേലും ഇന്ന് പിടിപ്പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര. അപ്പം ഞാനിപ്പോൾ 1.5 തവിയൊക്കെയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഉരുണ്ട ശർക്കര മതിയാകും. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് 1-ാം പാൽ 2-ാം പാൽ 3-ാം പാൽ നമ്മൾ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 3-ാം പാൽ ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് തിളപ്പിക്കണം. ഈ തിളച്ച് വരുന്ന പാലിലേക്കാണ് നമ്മൾ ഈ പിടി ചേർക്കുന്നത്. നമുക്ക് പിടി ഇട്ട് കൊടുക്കാം. തിളക്കാത്ത പാലിലേക്ക് ഇടരുത്, തിളച്ച പാലിലേക്കാണ് നമ്മൾ ഈ പിടി ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളതങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് ഇങ്ങനെ കുറുകി തുടങ്ങും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2-ാം പാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ 2-ാം പാൽ വേറൊരു പാത്രത്തിൽ തിളപ്പിക്കണ്ട, ചെറുതായിട്ട് ചൂടായി കിട്ടിയാൽ മതി. ആ ചൂടോടുകൂടി തന്നെ ഈ പാല് നമ്മൾ പിടിപ്പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പച്ചപ്പാൽ ചേർക്കാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ പായസത്തിന് നമ്മൾ എടുക്കുമ്പോൾ പാല് നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഈ പിടി വെന്തുകൊണ്ടിരിക്കുന്നതിനകത്തേക്ക് പച്ചപ്പാൽ ചേർക്കരുത്. അപ്പോൾ നമ്മൾ 2-ാം പാൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മൾ നന്നായിട്ട് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് കുറുകി വരും, പാൽ പെട്ടെന്ന് കുറുകി വരും. ഇത് വെന്ത് വരുന്തോറും പാൽ പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ അടുക്കി പിടിക്കാതെ അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പിടി ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. നമുക്കിതൊരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കാം. അല്പം കൂടി വേകാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, നമുക്കൊരു 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടുന്നത് നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് ഈ പാലിലേക്ക് പിടിപ്പാലിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ പിടിപ്പാലും പിന്നെ ശർക്കര പാനിയൊക്കെ
കൂടെ ചേർന്ന് ആ പിടിയിലൊക്കെ അങ്ങ് ശർക്കരയുടെ മധുരമൊക്കെ അങ്ങ് നന്നായിട്ട് പിടിക്കാനായിട്ട് നമുക്കൊന്ന് സാവകാശം ഇളക്കി ഇനി ഈ തേങ്ങാപ്പാലിലും ശർക്കര പാനിയിലും കൂടെയാണ് ഈ പിടി കിടന്ന് വേകേണ്ടത്. എന്നാലാണ് ഈ പിടിയിലേക്ക് ഈ മധുരമൊക്കെ അങ്ങ് ഇറങ്ങി വരിക. അപ്പം നമുക്കതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കിനി വേറൊരു അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക. അതൊരു പരന്നൊരു പാൻ വെച്ച് കൊടുത്താൽ മതി. അതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5-2 ടേബിൾ സ്പൂൺ നെയ്യ് മതി. നമ്മൾ നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഒരു നേന്ത്രപ്പഴം 3ആയിട്ട് പിളർന്നിട്ട് അരിയുക. നീളത്തിൽ തന്നെ അരിഞ്ഞാൽ മതി. കാരണം പിടിയുടെ ആ ഒരു ഷേപ്പിലും ആ ഒരു കനത്തിലൊക്കെ നമുക്കങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അത് നമുക്ക് ഈ നേന്ത്രപ്പഴം ഈ പാനിലേക്ക് നെയ്യിലേക്ക് അങ്ങ് പരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ഇതൊക്കെ ഒന്ന് വിട്ട് കിട്ടണം. അപ്പം നമുക്കിതേ പതിയെ ഒരു വശം ഒരു കളർ മാറി തുടങ്ങുമ്പോൾ അടുത്ത വശം ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് മുഴുവൻ അങ്ങ് ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് ഇതങ്ങ് പതിയെ ഒന്ന് മൊരിഞ്ഞ് ഫ്രൈ ആയി കിട്ടും. ഇനി നമ്മൾ ഈ തേങ്ങാപ്പാലിലും ശർക്കര പാനിയിലും കിടക്കുന്ന ആ പിടിയിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ നേന്ത്രപ്പഴം നമുക്കിതിലേക്കൊന്ന് പകർത്തി കൊടുക്കാം. വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉടച്ചൊക്കെ നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ പായസത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് പഴം ഇട്ട് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ആ നെയ്യിലൊക്കെ കിടന്ന് ഈ പഴമൊന്ന് പിടിച്ച് ആ നെയ്യുടെ സ്വാദും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പിടിപ്പായസത്തിന് വരിക. അതുകൊണ്ടാണ് നെയ്യിൽ പഴം ഇങ്ങനെ വഴറ്റിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നല്ല മധുരമൊക്കെ പിടിച്ച നേന്ത്രപ്പഴത്തിനൊക്കെ മധുരമൊക്കെ പിടിച്ച് വരാനായിട്ട് നമുക്കിതൊന്ന് അല്പനേരം മൂടി വയ്ക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ശർക്കരയും പിന്നെ ഈ അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ടിട്ട് അത് പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ടിട്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും, അപ്പോൾ ഏലക്കായാണെങ്കിലും മതി. ഏലക്ക മാത്രമായിട്ട് പൊടിച്ചിടുന്നതാണ് ചിലർക്ക് ഇഷ്ടം. അപ്പോൾ നമ്മൾ അങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ടങ്ങ് പൊടിച്ചിടുക. അപ്പോൾ നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാലങ്ങ് ചേർത്ത് കൊടുക്കുക. പാലങ്ങ് തിളച്ച് വരണ്ട. എന്നാലും പാലൊഴിച്ച് കഴിഞ്ഞാൽ ഒരു നോര ഇങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു നോര ഇങ്ങനെ പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തേക്കുക. പിന്നെ നട്ട്സും കിസ്മിസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ നട്ട്സും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് കോരുക. നന്നായിട്ട് അതൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പകർത്തി കൊടുക്കാം. അപ്പോൾ പായസം റെഡിയാണ്. നമ്മൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായ നേന്ത്രപ്പഴം പിടിപ്പായസം തയ്യാറായിട്ടുണ്ട്.
നല്ല സ്വാദുള്ള വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം തന്നെയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ്